അപ്പോൾ ഇന്ന് പിറ്റേ ദിവസം രാവിലെയാണ്. പിറ്റേ ദിവസം രാവിലെ അല്ല, ഉച്ചയ്ക്ക് 12:45. അപ്പോൾ അമ്മായി വിളിച്ചിട്ട് പറഞ്ഞു, 12 മണിയാവാറായപ്പോൾ അമ്മായി വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് വരും എന്നുള്ള കാൽക്കുലേഷനിലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ റൈസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് കിച്ചൂസ് കട്ട് ചെയ്ത് തന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ രാജുവേട്ടൻ പോയിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് സെറ്റായിട്ടുണ്ട്. നമുക്കിനി പുഡിംഗ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പുഡിംഗ് എടുക്കുന്നത് ഈ ഒരു പ്ലേറ്റിലേക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റിലാകുമ്പോൾ കട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് മറിച്ചിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. കത്തി വേണ്ട, ആദ്യം ഒരു സ്പാറ്റില വേണം, റെഡ് സ്പാറ്റില. അപ്പോൾ ഇതുപോലെ നമ്മൾ കവർ ചെയ്ത് വെക്കണം കേട്ടോ പുഡിംഗ് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. അല്ലെങ്കിൽ ഫ്രിഡ്ജിലുള്ള മറ്റുള്ള കാര്യങ്ങളുടെ സ്മെല്ല് നമ്മുടെ പുഡിങ്ങിലേക്ക് പിടിക്കരുതല്ലോ. അപ്പോൾ ആദ്യം സ്പാറ്റില കൊണ്ട് ഇതുപോലെ ഒന്ന് സൈഡിൽ നിന്ന് വിടിയിച്ചെടുക്കുക. ഇത് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പോലെ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് റോൾ ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ കറി ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് രാജീവൻ്റെ ഫോറന്മാരിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ കറി ചില്ലി ചിക്കൻ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇതാ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാൻ പോകണം. കിച്ചൂസ് കട്ട് ചെയ്യും, ഞാൻ കട്ട് ചെയ്യണം. കിച്ചൂസ് കട്ട് ചെയ്യും, ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് ആവില്ല. ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് ആദ്യം സ്ട്രൈറ്റ് ലൈൻ കട്ട് ചെയ്യും. ഇത്രയുള്ള ക്യൂബ്സ്. ആ, 1 ക്യൂബ്. ഞാനിപ്പോൾ റൈസ് കുക്ക് ചെയ്യാൻ ഇടട്ടെ കേട്ടോ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഫുഡിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് കറക്റ്റ് ആണല്ലോ. കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ ഉപ്പ് റൈസിലേക്കല്ല സോറി വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓയിലും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഈ സൈഡ് പീസസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കറക്റ്റ് ഷേപ്പിലുള്ള പീസുകൾ മാത്രം ഒന്ന് റോൾ ചെയ്തെടുക്കാൻ പോവാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ. ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് ഒരു എളുപ്പം പരിപാടിയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വലുതാണെങ്കിലും മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുക്കുക. ഞാനിപ്പോൾ ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തതാണ്. അപ്പോൾ നമ്മുടെ റൈസ് വേവുന്ന സമയത്ത് നമുക്കിനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എടുത്തു വയ്ക്കാനുള്ള പാത്രവും കൂടി ഞാൻ എടുക്കട്ടെ കേട്ടോ. ഇതിലല്ലേ എടുത്തേക്കാൻ, അത് ചെറുതല്ലേ. നമ്മൾ ഇന്നലെ പുഡിംഗ് ഉണ്ടാക്കി വെച്ചത് നന്നായില്ലേ. അപ്പോൾ ഞാൻ എന്താ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് രാജുവേട്ടൻ കോൾ ചെയ്തിട്ട് അത് വാങ്ങിക്കണോ ഇത് വാങ്ങിക്കണോ എന്നുള്ളത് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഫോറന്മാരിൽ സ്ഥിരമായിട്ട് പോകുന്നത് ഞാനും കിച്ചൂസാണ്. രാജുവേട്ടൻ പോകാറില്ല. അപ്പോൾ എന്ത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, പെട്ടെന്ന് പോയിട്ട് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ രാജുവേട്ടൻ ഇന്ന് സൈറ്റിലൊന്നും പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സാറ്റർഡേ ആയിട്ട് രാജുവേട്ടൻ ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ചപ്പാത്തിയും വെജിറ്റബിൾ കറി, മിക്സഡ് വെജിറ്റബിൾ കറിയൊക്കെ ആയിരുന്നു. പക്ഷേ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. മിക്സഡ് വെജിറ്റബിൾ ഇന്നലെ വെജിറ്റബിൾ കുറുമയെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ വെജിറ്റബിൾ കറി, മിക്സഡ് വെജിറ്റബിൾ കറി ആയിരുന്നു പ്ലാൻ ചെയ്തത്. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ അമ്മായി പ്ലാൻ മാറ്റി, ഞാനും പ്ലാൻ മാറ്റി. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വേഗം തന്നെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റുമോ, എന്നിട്ടൊരു സാലഡ് മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസും സാലഡും മാത്രമായിട്ട് സെർവ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വേഗം തന്നെ ഒരു കറി വാങ്ങിച്ചിട്ട്, അങ്ങനെയല്ല ഇങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ഇന്ന് രാവിലെ ചോറ് വെച്ചു, കറി വെച്ചില്ല കേട്ടോ. കറി വെക്കാനുള്ള സമയം കിട്ടിയില്ല. ഇത് ഈ സാധനം ഞാൻ ഇന്നലത്തെ പോലെ എടുത്ത് കഴിക്കാത്തത് എൻ്റെ മധുരത്തിനോടുള്ള അതെ, കിച്ചൂസിന് മധുരം അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കിച്ചൂസിന് മധുരം ഇഷ്ടമല്ല. അതുകൊണ്ട് കിച്ചൂസ് പുഡിംഗ് ഒന്നും കഴിക്കില്ല കേട്ടോ. കോഫി പുഡിംഗ് ആണെങ്കിൽ കഴിക്കും. കോഫി പുഡിംഗ് മധുരം ഇടിപ്പിക്കൂല. മധുരം കുറച്ച് കോഫി പുഡിംഗ്, വളരെ മധുരം അത് തീ കുറയ്ക്കും. സ്റ്റൗവിന്റെ നോബൊക്കെ മാറിപ്പോകുന്നു. അത് അച്ഛന് സ്പെഷ്യൽ.
അല്ല, ഞാനത് ഇതിന്ന് എടുത്ത് അങ്ങോട്ട് വെക്കും. അതിപ്പം അടച്ചു വെക്കാൻ വേണ്ടി അങ്ങനെ എടുത്ത് വെച്ചോണ്ട് കാണിക്കാൻ പോണേ. അപ്പൊ നമ്മള് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാണ്. പാനിലേക്ക് വോക്കിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ മുട്ട ബീറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഉപ്പിട്ടും കുരുമുളക് ഇട്ടു. ഞാനൊരു പാത്രം എടുക്കട്ടെ. ഇത്തിരി ബഹളമൊക്കെ ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാല് ഇതേ ഉള്ളൂ. ഇത്തിരി ധൃതി ആയതുകൊണ്ട് ഇത്തിരി ബഹളമൊക്കെ ഉണ്ടാവും കിച്ചണില്. ഞങ്ങള് സ്പീഡ് പരിപാടികളാണ് ഇത്. സോസ് മിക്സ് ചെയ്യാം. ഒരു സെക്കൻഡ്. നമ്മൾ കൈ കഴുകുക തുടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശീലമായി പോയി. അപ്പൊ ഞാനൊന്ന് സോസ് മിക്സ് ചെയ്തെടുക്കട്ടെ. സോയ സോസ് എടുത്തില്ല. സോയ സോസ് ആദ്യം ബൗളിലേക്ക് ഒഴിക്കുന്നത് കിച്ചൂസിന്റെ രീതിയാണ് കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് എളുപ്പവഴി. എത്ര സോസ് വേണം? എത്ര സോസ് വേണം? ഇതിന്റെ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര സാധാരണ ഒഴിക്കാറുള്ള? 1.5 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ. ഈ ക്വാണ്ടിറ്റിക്ക് 1.5 ടേബിൾ സ്പൂൺ ഒഴിക്കാറുള്ള. എനിക്ക് 2.5 ടേബിൾ സ്പൂൺ. 1 കിലോ റൈസിനുള്ള അളവാണ് ഞാൻ ഈ പറഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ എന്നുള്ളത്. ടൊമാറ്റോ സോസ് എന്തോരം ഒഴിക്കാറുള്ളൂ? ടൊമാറ്റോ സോസ് വേണ്ട. ഒഴിക്കാറില്ല? ഒഴിക്കാറേ ഇല്ല. നല്ല കാര്യം. ഒഴിക്കരുത്, അതിന് വേണ്ടിയാണ് പറഞ്ഞത്. ചില്ലി സോസ് സ്റ്റാൻഡേർഡ് എന്തോരം ഒഴിക്കാറുള്ളത്? സ്റ്റാൻഡേർഡ് ഒഴിക്കാറുള്ളത് 2.5 ടീസ്പൂൺ. 2.5 ടീസ്പൂൺ. 1.5 ടീസ്പൂൺ. 1.25 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. സെഷ്വാൻ സോസ്. ഫോർക്ക് ആ ചെറുത് ഇത്ര ഉള്ളത്. എത്ര വേണ്ടത്? ഓയിൽ ഇത്തിരി വേണം. ഞാൻ എവിടെ ഒരു പ്ലേറ്റ് എടുത്ത ഇത് സ്റ്റോളായ പ്രശ്നം വരാത്ത ഐറ്റം. ഇത് ശരി, അത് തുടച്ചോളാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണ്ടേ? ആഡ് ചെയ്യണം. കഴിഞ്ഞിട്ടില്ലെന്ന് കഴിഞ്ഞെന്നവരായിരുന്നു. ഞാൻ ചോദിച്ചതാണ്, മറന്നു പോയോ? വിനീഗർ ആവശ്യത്തിന് എത്രയെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് തന്നെ വിടും. അല്ല, ഒരു എന്ത് കാലം അളവാളെന്ന് വെച്ചാൽ ആ കാല് കുറച്ച് കഴിഞ്ഞു. ആ മറ്റേ സെഷ്വാൻ്റെ ഇതിൽ വിനീഗർ ഉണ്ട്. എന്താ പാട്ട് സീൻ എപ്പോഴും ടീഷർട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? വെക്കാനുണ്ട്. ഇനി നമ്മൾ ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും വേറെ ആഡ് ചെയ്യാണ്. ജിഞ്ചർ പേസ്റ്റ് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഗാർലിക് പേസ്റ്റ് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ വാങ്ങിക്കാൻ വിട്ടുപോയി. പ്രിപ്പറേഷനിൽ ഒരു കാര്യം മറന്നു. ആദ്യം വെജിറ്റബിൾസ് സോസ് സോട്ട് ചെയ്തിട്ടാണോ ഓയിൽ സോട്ട് ചെയ്തിട്ടാണോ? വെജിറ്റബിൾസ് ഓയിൽ സോട്ട് ചെയ്തിട്ട് എന്നിട്ട് സോസ് ഓയിലോട്ടല്ലേ? സോസ് ഓയിലിലേക്ക് ആഡ് ചെയ്യണം. ഓയിൽ പൊഴിച്ചുതരാം. ഇത്തിരി വെള്ളം എനിക്കും വേണം. ഞാൻ വെള്ളം കുടിച്ചിട്ട് ഒരുപാട്
സോസിലുള്ള ഒഴിച്ചായിരുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ വെള്ളം കുടിക്കാന്ന് പറഞ്ഞാൽ വന്നത് ചടുക്കാൻ മറന്നുപോയി. വെള്ളം ഒഴിച്ചോ? കത്തിക്കണേ മറ്റേ കയ്യിലുണ്ട്. ഓയിലെടുത്തോ. അപ്പോൾ ഞങ്ങൾ ഇനി ഫ്രൈഡ് റൈസിന്റെ ലാസ്റ്റ് പ്രിപ്പറേഷനിലേക്ക് കടക്കാണ്. ലാസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മിക്സിങ്ങിന് കിച്ചൂസേ ചിക്കൻ കട്ട് ചെയ്തില്ല. ചിക്കൻ എടുത്തിട്ട് നടുക്ക് വെച്ച് രണ്ടായിട്ട് കെട്ടി ചിക്കന് നടുക്ക് വെച്ച് രണ്ടായിട്ട് കെട്ടി ആ പിച്ചി കീറുക. അതിന്റെ എല്ല് മാത്രമേ ബാക്കി ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, ബാക്കി ഹാഫ് എടുത്ത് എന്തെങ്കിലും ചെയ്യാം. അത് വേഗം വേണം. അതിനെ പ്രയോറിറ്റി ഇപ്പൊ കൂടുതൽ. ഇതിൽ വെച്ച് മുറിച്ചാ പോരെ? ചോപ്പിംഗ് കൂടെ അവിടെ ഉണ്ട്. തുടങ്ങാലോ. ഇത് അമ്മച്ചി കുക്ക് ചെയ്യണ വീഡിയോ ഒന്നുമല്ലേ പറഞ്ഞു. ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യണ രീതിയിലായി മാറി. ഞാൻ ചെയ്തോ? മൂന്നൊരു അവസരം കിട്ടിയതല്ലേ? അവസരം കിട്ടിയത് തകർത്തോ? ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന എല്ലാ അവസരവും എൻ്റെ തന്നെ എപ്പോഴും. ഇടയ്ക്ക് ഇതുപോലെ അവസരങ്ങൾ കിട്ടുമ്പോൾ വർക്ക് ചെയ്യാം. ഇത് 2 പീസാക്കണോ? നടുക്ക് വെച്ച് ആ മീറ്റ് ഫ്ലേവർ എടുത്തോ. എന്നിട്ട് നടുക്ക് വെച്ച് രണ്ടായിട്ട് മുറിച്ചു. സെക്കൻഡ് ഹാഫ് ഒക്കെ അവരെ തന്നെ ഇട്ടിച്ചാൽ മതി. അതല്ല ഇതിൻ്റെ പോന്നില്ല. അമ്മച്ച ഈ സോസൊക്കെ കൂടെ ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ പാത്രം കഴുകലൊക്കെ ലാസ്റ്റ്. ഇതെല്ലാം മിക്സ് ചെയ്ത് പാത്രം കഴുകൊണ്ട് പാത്രം കഴുകല്ല, അച്ഛൻ ചിക്കൻ കട്ട് ചെയ്യാൻ പോകും. ഇപ്പൊ നമുക്കിനി നമ്മുടെ സോസ് മിക്സ് ചെയ്തത് വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മെയിൻ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ സോസും ഇങ്ങനെ നോക്കി ഒഴിച്ചു കൊടുക്കണ്ട, മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് ട്രഡീഷണൽ മെത്തേഡ് ആക്ച്വലി. റൈസൊക്കെ റെഡിയാക്കി വെച്ചാൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു. ലെഫ്റ്റ് നെക്കുള്ളത് എടുത്ത് അതിനകത്തോട്ട് വെച്ചു. മടക്കി കൈ കൊണ്ട് വെച്ച് കീറോ? കൈ കൊണ്ടാ ഫോർക്കൊണ്ട. ഞാൻ ഫോർക്കൊണ്ട ഒരു കൈ ഒരു ഫോർക്കോ വിലയുള്ള ഫോർക്കൊണ്ണം കൊടുക്കും. അതിലേറ് മടക്കി ഇച്ചിരി സ്പീഡായ കൊള്ളാം. എനിക്ക് ഫോർക്കാണ്, ഞാൻ കൈ കൊണ്ട് തന്നെ. ശരി, ഇത്തിരി കൂടെ ഒരു 2 സ്പൂൺ ഓയിലും കൂടി വേണ്ടി വരും. നോക്കി ഇത്ര മുഴുപ്പുള്ള മിക്സ് ആയ കുഴപ്പമുണ്ടോ? കട്ട് ചെയ്യണം എന്തായാലും. ഇവൻ്റലി ഒരു ഇത്തിരി മുട്ട ഒരു 1/3 ഇതിലോട്ടിട്ട് പറയാനുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞു. ഞങ്ങൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാൻ പോകണ്ട. കുറച്ച് മുട്ട ചേർക്കാണ്. ഇതിപ്പോ എല്ലാ പ്രിപ്പറേഷനും എല്ലാവരും കൂടെ ഒരുമിച്ചായതുകൊണ്ട് ഇതിന്റെ റെസിപ്പി ഒന്നും ഇല്ല. റെസിപ്പി എന്ന് പറഞ്ഞാൽ റെസിപ്പിയാണിത്. ആഡ് ചെയ്തോട്ടെ. റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും റൈസ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് തലേ ദിവസം തണുപ്പിച്ച് എടുത്തിട്ടൊക്കെ വേണം നമ്മൾ റെഡിയാക്കാനായിട്ട്. പക്ഷെ നമുക്കിപ്പോൾ തണുപ്പിക്കാനുള്ള സമയം ഒന്നുമില്ല. സ്റ്റൗ കൊടുത്തു കുഴഞ്ഞു പോകും. ഒരു ഫോർക്ക് എടുത്തിട്ട്
തട്ടി താഴെ കളയാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ബാക്കി റൈസും കൂടി എടുക്കാം. അത്ര മിക്സായാൽ മതി. ആകണേ ഉള്ളു. കുറച്ച് എഗ് ഇടും. ഇത് 1 ഇഞ്ച് നീളത്തിൽ കട്ടാക്കണത്. യെസ്. ഒന്ന് മിക്സ് ചെയ്യട്ടെ. വെയിറ്റ് കൂടുതലല്ല, അതുകൊണ്ട് നമുക്ക് ടോസ് ചെയ്യാൻ പറ്റില്ല. കേട്ടോ അടുത്തൊന്ന് ഞാനിതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ നാട് തന്നെ വല്ലതും പറയും. മതി മാറി കഴിഞ്ഞു. ഇത് റെഡി. അതിലോട്ട് ഇട്ടോ. പകുതി ഇട്ടോ. പകുതിയാ? പകുതി ഇട്ടോ. ഒരു പ്ലേറ്റും കൂടി ഇല്ലേ? 2 പ്ലേറ്റും കൂടി ഉണ്ട്. ഇതിപ്പോ ഉള്ളൂ. അതിൽ കൊള്ളും. കൊള്ളാം. മതിയാ? ബാക്കി പറയാട്ടാ. ഞങ്ങളിങ്ങനെ ലെയറായിട്ട് ഓരോന്ന് ആഡ് ചെയ്യട്ടെ കേട്ടോ. ഇപ്പൊ ഞങ്ങളിത് ഫൈനൽ സ്റ്റേജിലാക്കി. ഫ്രൈഡ് റൈസ് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1:45 അമ്മായി എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സമാധാനം. ഇനി നമുക്ക് സാലഡിലേക്ക് കുറച്ച് സവോള നരിഞ്ഞ് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും പോയി കുറച്ച് സമയം ഒന്ന് കാറ്റാക്കിക്കൊണ്ടിരിക്കണം. രാജീവേട്ടൻ ധൃതി പിടിച്ച പാത്രം കഴുകാണ്. സ്റ്റൗവിൻ്റെ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണം. അത്രയൊക്കെ. അപ്പം ഞങ്ങളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ കഴിഞ്ഞു ജോലികളൊക്കെ. ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രൂട്ടിയൊക്കെ എടുത്ത് കുടിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ 2 മണിയായി. അപ്പോൾ ഇനി ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറി ഒന്ന് ചില്ലാവാൻ വേണ്ടി ഫ്രൂട്ടി കുടിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. പിന്നെ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഐലൈനർ സ്പ്രെഡ് ആവണമെന്ന് അറിയില്ലെന്ന് പറഞ്ഞതാ. അപ്പോൾ ഞാനൊന്ന് ഫ്രൂട്ടിയൊക്കെ കുടിച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കട്ടെ. അതെ, എല്ലാവർക്കും ഫ്രൂട്ടി കുടിക്കാം. ഷുഗർ, തണുപ്പ്, ശരീരം വേദന എല്ലാം ഉണ്ട്. ഇത്തിരി തൊണ്ടവേദന ഉണ്ട്. ഞാൻ ഇത്തിരി കുടിച്ചു നോക്കിയതാ.